സൗണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സമസ്തയുടെ ഖാദിമായി മരിക്കുക, സമസ്തയുടെ മുഹിബായി മരിക്കുക, സമസ്തയുടെ ഒരു ആലിമായി മരിക്കുക, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇന്ന് നമ്മൾ നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ കാണുന്നില്ല. മനസ്സിലായല്ലോ? സമസ്തയുടെ ഒരു ആലിമായി മരിക്കുക, ഒരു മുഹിബായി മരിക്കുക, അതിനൊരു ഖാദിമായി മരിക്കുക, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇന്ന് കേരള പശ്ചാത്തലം കാണാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുമ്പ് തൊട്ടടുത്ത് നമ്മൾ ഇവിടെ പറഞ്ഞു പോയ ഷെയ്ഖുന ബാപ്പു ഉസ്താദ്. ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദ് വഫാത്തായ ദിവസം ജിദ്ദ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ഒരു ബസ്സിന് ഉംറയ്ക്ക് പോവുകയും മഖാം ഇബ്രാഹിമിന് മുമ്പിൽ നിന്ന് നല്ലവനായൊരു സഹോദരൻ നമ്മോട് പറഞ്ഞു, 1,00,000 ഇഖ്ലാസ് നമ്മൾ ഓതി തീർക്കുക എന്ന് പറഞ്ഞു. അല്പം ആശങ്കയോടെയാണെങ്കിലും അല്പം ആശങ്കയോടാണെങ്കിലും 1,00,000 ഒന്ന് ആലോചിച്ചു പോയി. അവിടെ ഇരുന്ന് 11 പ്രാവശ്യം അവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുകയും അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ആത്മാർത്ഥമായ പ്രവർത്തകർ, അൽനൂർ സ്കൂളിലെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, SKSന്റെ ഓൺലൈൻ ക്ലാസ് റൂമായ ബൈലക്സിലെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും 1,50,000-ലധികം ഇഖ്ലാസ് ഉസ്താദിന് വേണ്ടി ഓതി തീർക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് മുതലാളിമാർ, MLA-മാർ, MP-മാർ, മന്ത്രിമാർ, നമ്മുടെ നാട്ടിൽ പ്രാമാണികർ പലരും നമ്മോട് വിട പറഞ്ഞു പോയി. നമ്മളാരും 1,00,000 പോയിട്ട് ഒരു 100 പ്രാവശ്യം ഇഖ്ലാസ് പോലും ഓതാൻ ഞാനോ നിങ്ങളോ മനക്കെട്ടിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, എന്തിന് സമസ്ത, എന്തിന് പൊതുപ്രവർത്തനം, ആർക്കു വേണ്ടി? ഞാൻ എന്റെ കാര്യം, എന്റെ ജോലി, എന്റെ ഡ്യൂട്ടി, എന്റെ വീട്, എന്റെ മക്കൾ, അത് നോക്കി നടന്നാൽ പോരെയെന്ന് മതി. മരണശേഷം ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഹസനാത്തുകൾ വന്നുകൊണ്ടേയിരിക്കാം. ആ ഒരു ഹസനാത്തുകൾ നമ്മുടെ ഖബറിലേക്ക് വരണമെങ്കിൽ നമ്മൾ സമസ്തയുടെ മുഹിബായി, അതിന്റെ ഖാദിമായി ജീവിച്ച് മരിക്കുക. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നിങ്ങളെ എല്ലാവരെയും ഈ അനുസ്മരണ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ബാപ്പു ഉസ്താദിനെ A to Z വ്യക്തമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ തികച്ചും യോഗ്യതയുള്ള ഞങ്ങളുടെ എല്ലാം ഉസ്താദും കടമേരി റഹ്മാനി അറബിക് കോളേജിന്റെ അവിടുത്തെ പഠിക്കുകയും അവിടെ പഠിപ്പിക്കുകയും ഇപ്പോൾ പ്രവാസിയായ കുറച്ചു കാലം ഇവിടെ കഴിയുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഹൈദർ ഉസ്താദ് ബാപ്പു ഉസ്താദിനെ A to Z നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരും. അതിനുശേഷം സമസ്തയും ബാപ്പു ഉസ്താദും എന്ന വിഷയത്തിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒമാനിലെ സമസ്തയുടെ പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുകയും സമസ്തയ്ക്ക് വേണ്ടി ജീവിതം എന്തിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറുമായ സമദ് ഫൈസി കരുവമ്പലം ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ശേഷം നിങ്ങൾ സംസാരിക്കും. ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബഹുമാന്യരായ തങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SKIC സൗദി നാഷണൽ കമ്മിറ്റി മുഖേന സൗദിയിൽ മൊത്തമായി നടക്കുന്ന ഒരു ഖുർആൻ ക്യാമ്പയിന് നമ്മളുടെ വസന്തത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ വിശുദ്ധ ഖുർആന്റെ 28, 29 ജുസ്, ഖദ് സമിഅ, അതുപോലെ തന്നെ തബാറക, ഈ 2 ജുസിന്റെ പരിഭാഷയാണിത്. നമ്മുടെ കേവിസായിന്റെ പരിഭാഷയാണ്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ഇതിന് മുന്നേ നടത്തിയതുപോലെ ഒരു ക്യാമ്പയിനായിട്ട് തുടരുകയാണ്. അപ്പോൾ നമ്മുടെ കിതാബുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് മുതൽ, അന്ന് അവിടെ വിതരണം ചെയ്തിരുന്നു. അന്ന് വാങ്ങിക്കാത്തവർ എല്ലാവരും ഇത് വാങ്ങിക്കണം, ഒരു കിതാബ്. ഇതിൻ്റെ ഒപ്പം ഒരു ക്വസ്റ്റ്യനെയർ, 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യനെയറും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. വീട്ടിൽ നിന്ന് അത് ടിക്ക് ചെയ്ത് ഇതിലൊരു സമയം പറയുന്നുണ്ട്, 2 മാസത്തെ, 1 മാസത്തിന്റെ, ഈ മാസം ലാസ്റ്റ് തന്നെ അതിങ്ങോട്ട് തിരിച്ചു തരണം. തിരിച്ചു തരുന്നവർക്ക് പ്രത്യേക പരീക്ഷകളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഈ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കാവുന്നതാണ്. വലിയ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർണ്ണ സമ്മാനം തന്നെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും അതുപോലെ അതിലും വലിയ ഒരു സമ്മാനം കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് കുടുംബങ്ങളുള്ളവർ, അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വെച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അവർക്കും ഇത് എത്തിച്ചു കൊടുക്കാനുള്ള വഴികൾ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും ഒരു കോപ്പി സ്വന്തമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിക്കുന്നതാണ്. 10 റിയാലാണ് ഇതിന് വില. 10 റിയാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. اللهم صل على سيدنا محمد وعلى سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഈ മഹത്തായ പ്രൗഢമായ ഈ പരിപാടിയിൽ നമ്മോട് വിട പറഞ്ഞു പോയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സഹകാര്യദർശിയായിരുന്ന കോട്ടുമല ബാപ്പു മുസ്ലിയാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യ അനുസ്മരണം നടത്തുന്ന ഉസ്താദ് ഐദ്രോസ് ഫൈസി അവരുകളെ, പ്രഭാഷണ രംഗത്ത് വാഗ്മിയും പ്രമുഖ പണ്ഡിതനുമായ അബ്ദുസമ്മദ് ഫൈലി അവരുകളെ, ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെയും ജിദ്ദ SOSന്റെയും സമുന്നതരായ ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, വളരെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടിയെ നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇവിടെ ജിദ്ദ ഇസ്ലാമിക് സെന്ററും കടമേരി റഹ്മാനിയ അറബിക് കോളേജിന്റെ സൗദി നാഷണൽ കമ്മിറ്റിയും സംഘടിപ്പിച്ച ഒരു അനുസ്മരണ പരിപാടിയിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിന്റെ ഹക്ക് ജഹ ബർക്കത്ത് കൊണ്ട് മരണപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ സ്വർഗത്തിൽ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, കർമ്മനിരതനായ ഒരു പണ്ഡിതൻ. എനിക്ക് തോന്നുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഈ പണ്ഡിത സഭയിൽ പ്രവർത്തനങ്ങളുടെ, കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഓരോ വിഷയങ്ങളിലും തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ റാഹത്തായി നിർവഹിച്ചുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കുന്ന കൂട്ടത്തിൽ കോട്ടുമല ഉസ്താദിന്റെ പങ്ക് നിസ്തുലമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ഞാനും നിങ്ങളുമൊക്കെ തന്നെ പത്രങ്ങളും മീഡിയകളൊക്കെ ശ്രദ്ധിച്ചു. അദ്ദേഹം വെറും സമസ്തയുടെ ഒരു ജോയിന്റ് സെക്രട്ടറി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി, കൺവീനർ, അതുപോലത്തെ MEA എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൺവീനർ തുടങ്ങിയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിലും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനോടുകൂടി പൊതുസമൂഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഹജ്ജ് വിഷയത്തിൽ കേരളീയ മുസ്ലിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു എന്ന്. ഇങ്ങനെ ഓരോ രംഗത്തും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ,
ആ നന്മകളൊക്കെ അള്ളാഹു, അതിന്റെ ഹസനാത്തുകളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. സ്ഥാപനങ്ങളാണെങ്കിൽ അങ്ങനെ, നമ്മുടെ സമ്മേളനങ്ങളുടെ ചെയർമാൻ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. നമുക്കറിയാം, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ഈ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വരികയും നമുക്ക് ആ സമ്മേളനത്തിന്റെ ചുക്കാൻ പിടിച്ച അതിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹം വളരെ വിശദമായി സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. മലപ്പുറത്ത്, കോഴിക്കോട് ഒക്കെ സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ കിഴക്കൻ പ്രദേശത്ത്, കിഴക്കിലെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് 90-ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ, ആ നിമിഷം മുതൽ അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന് പത്രക്കാരെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും നേതാക്കളെയും മറ്റ് അമുസ്ലിം സംഘടനകളെ വരെ എല്ലാവരെയും ആ പരിപാടിയുമായി സഹകരിപ്പിച്ചുകൊണ്ട് വമ്പിച്ച വിജയമാക്കിയതിൽ കോട്ടുമല ഉസ്താദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. എന്ന് മാത്രമല്ല, 85-ാം വാർഷികത്തിലെ ദീർഘമായ സ്വാഗതത്തിലുമൊക്കെ എല്ലാ രംഗത്തും എല്ലാ വിഷയങ്ങളിലും സമ്മേളനങ്ങൾ മുഴുവൻ അദ്ദേഹം അവസാനമായി നമുക്കറിയാം, സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം, കേരളത്തിൽ ഒരുപാട് മുത്തശ്ശി പത്രങ്ങളുണ്ട്, മലയാള മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ. പക്ഷേ സുപ്രഭാതം 5 എഡിഷനോട് കൂടി അതിന്റെ ജന്മം കുറിച്ചത് വലിയ അത്ഭുതമായിരുന്നു എല്ലാവർക്കും. ഇന്നും അൽഹംദുലില്ലാ പ്രഭാതമാകുമ്പോൾ സുപ്രഭാതം നമ്മുടെ സമസ്തയുടെ ഒരു പത്രമാണ് നമ്മുടെ വീടിന് മുന്നിൽ വരുന്നത്. അതിന് പിന്നിലും അതിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഉസ്താദ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല, നമ്മുടെ സ്ഥാപനങ്ങൾ, കടമേരി റഹ്മാനിയ കോളേജിന് പിതാവിനെ നഷ്ടപ്പെട്ടു എന്ന് ഇവിടെ പറയുകയുണ്ടായി, നമുക്കറിയാം. അതുപോലെ തന്നെ തന്റെ നാട്ടിൽ കോട്ടുമല കോംപ്ലക്സ്, അതിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഉസ്താദ്. ഇങ്ങനെ സമസ്തയുടെ വിവിധ തുറകളിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ചുരുക്കത്തിൽ നമുക്കറിയാം, ഇവിടെ വന്നപ്പോൾ ഉസ്താദിനെ നമുക്ക് ജിദ്ദയിലും തന്നെ മറ്റു പരിപാടികളൊക്കെ ഉസ്താദ് പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ്, സൗണ്ട് ക്ലിപ്പ് ഇപ്പോൾ കേൾക്കുകയുണ്ടായി. ഷംസുൽ ഉലമയെ കുറിച്ച് പറയുന്ന ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു രംഗമുണ്ട്. വരക്കൽ മഖാമിൽ മഹാനായ ഷംസുൽ ഉലമ നവറല്ലാഹു മർഖദഹു അവിടെ കബറടക്കം ചെയ്യപ്പെടാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് നോക്കിയാൽ മതി. വരക്കൽ മഖാമിൽ ഷംസുൽ ഉലമ അന്ത്യവിഷമം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് യഥാർത്ഥ സമസ്തയാണ് എന്നും യഥാർത്ഥ സമസ്തയുടെ വക്താക്കളാണ് എന്നും യഥാർത്ഥ സംഘടന ഇതാണെന്നും ഇനി ആരെയും ത്വര്യപ്പെടുത്തേണ്ടതില്ല, ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്നു. ഏതായിരുന്നു നമുക്കൊക്കെ ആ മഹത്തായ സമസ്തയുടെ ഖാദിമീങ്ങളായി നമ്മുടെ ജീവിതവും മരണം വരെയും നിലകൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചിറശ്ശേരി ഉസ്താദ് നവറല്ലാഹു മർഖദഹു ആമീൻ, അതുപോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ, അവസാനം കോട്ടുമല വാപ്പ മുസ്ലിയാർ, അതുപോലെ തന്നെ നമ്മുടെ കുമരമ്പത്തൂർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തൊരുമിക്കുവാൻ പാപികളായ നമ്മളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മോട് ഒരുപാട് ആളുകൾ ഉസ്താദിനെ അനുസ്മരിക്കാൻ ഇവിടെയുണ്ട്. ജിദ്ദ ഇസ്ലാം സെന്ററിന്റെ സാരഥികൾ, SOSന്റെ സാരഥികൾ, SKC-യുടെ ഉസ്താദുമാർ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് ഫൈസി, അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ക്ലാസ് റൂമിലേക്ക് തന്നെ നിറസാന്നിധ്യമാണ്. സമസ്തയെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം വിഘടിത വിഭാഗത്തിന്റെ പേടി സ്വപ്നം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഐദ്രൂസ് ഫൈസി, കടമേരി റഹ്മാനിയ കോളേജിലെ വിദ്യാർത്ഥിയും അധ്യാപകനുമായിട്ട് തന്നെ കോട്ടുമല ഉസ്താദുമായി വളരെ ബന്ധമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം തിരക്കിനിടയിലും ഇവിടെ എത്തി. അവരോടൊക്കെ അതിനുള്ള നന്ദിയും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുകയാണ്. അപ്പൊ ആദ്യമായി ബഹുമാനപ്പെട്ട ഐദ്രൂസ് ഫൈസി ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയാണ്. ഒരുപാട് ഉസ്താദുമാർ സംസാരിക്കാനുണ്ട്. സമയക്കുറവ് കാരണം ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ രണ്ടുപേരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ മുഖ്യ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ഐദ്രൂസ് ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وأتباعه أجمعين. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ
ബഹുമാന്യ സുഹൃത്ത് ഉബൈദ് തങ്ങൾ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സദസ്സിലെത്തിച്ചേർന്ന പണ്ഡിതന്മാരും പൊതുജനങ്ങളുമായ സമസ്തയുടെ ഖാദിമീങ്ങളും മുഹിബ്ബീങ്ങളുമായി വർത്തിക്കുന്നവർ, ഈ സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരുപാട് നേതാക്കന്മാർ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മുമ്പിലൊരു ചോദ്യം, ഇനിയാര് 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 എന്ന്. 30 വർഷം മുമ്പ് ജനുവരി മാസത്തിൽ 1987 ജനുവരി മാസത്തിൽ സമസ്തയുടെ മാസ്റ്റർ ബ്രെയിനായിരുന്ന ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ നമ്മോട് ഇവിടെ പറഞ്ഞു. അപ്പോഴും ആളുകൾ ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് ആരാണ്? കാരണം ഒരുപാട് രോഗങ്ങൾ ഗ്രസിച്ചിരുന്ന ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ആ രോഗത്തിനൊക്കെ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ചെറൂരിലുള്ള വസതിയുടെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സാധാരണക്കാരൻ പറയും, അടുത്ത 10 വർഷത്തേക്കുള്ള പദ്ധതിയാണ് ആ നടത്തത്തിൽ മൂപ്പർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതായത് സമസ്ത എന്ന ചിന്തയുമായി ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ. കടമേരി റഹ്മാനിയയുടെ 2ാമത്തെ പ്രിൻസിപ്പളായി 1973 ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ചാർജ് എടുക്കുകയുണ്ടായി. 87 വരെ ആ ഒരു സ്ഥാനത്ത് പ്രവർത്തിക്കുകയുണ്ടായി. 1980 ശേഷം ഒരുപാട് രോഗങ്ങൾ ഗ്രസിച്ച കാരണത്താൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണ് റഹ്മാനിയക്ക് താങ്ങും തണലുമായി നേതൃത്വം കൊടുക്കാൻ ഒരാൾ ആവശ്യമുണ്ട് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ അടുക്കൽ ചെന്നപ്പോൾ കോട്ടുമൽ ഉസ്താദിനോട് പറഞ്ഞു, ബാപ്പുവിനെ ഞങ്ങൾക്ക് കടമേരിയിലേക്ക് അയക്കണം. അങ്ങനെയാണ് ബാപ്പുസ്താദ് 81 ഇടക്കാലത്ത് കടമേരിയിലെത്തുന്നത്. അതിനു മുമ്പ് ഈ ദീനീ രംഗത്ത് നിന്ന് തന്നെ മാറി നിന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്ന 1 വർഷോ 1.5 വർഷോ പ്രവാസിയായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുന്നുമ്മൽ ഒരു സ്വർണ്ണക്കട എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ്സും സ്വന്തമാക്കി അതിലൂടെയും കുറച്ച് ഇപ്പോൾ എതിർവിഭാഗക്കാർ പറയാറുണ്ടായിരുന്ന ആ ചക്കരല്ലേ എന്ന്. ഇങ്ങനെ ആ നിലക്ക് നിൽക്കുമ്പോഴാണ് കടമേരിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് നന്ദിയിൽ 1977 നന്ദി ദാറുസ്സലാമിന്റെ ആവിർഭാവ കാലത്ത് അസിസ്റ്റന്റ് പ്രിൻസിപ്പാളായി വർത്തിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രിൻസിപ്പാളും അസിസ്റ്റന്റായിട്ട് ബാപ്പുസ്താദുമായിരുന്നു നന്ദിയുടെ ആദ്യ കാലത്തുണ്ടായിരുന്നത്. കോട്ടുമൽ ഉസ്താദ് പട്ടിക്കാട് ജാമ്യയിലുണ്ടായിരിക്കെ തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും നന്ദിയിലുണ്ടാകും. ഈ 2 ദിവസം മാത്രം അവിടെ വന്ന് ക്ലാസ് എടുത്ത് പോകും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ പട്ടിക്കാട് ക്ലാസ് എടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു.
ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ ഞാൻ ആദ്യമായി കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ കടമേരിയിൽ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ടോട്ടി ബസ് ഇറങ്ങി. ആ ബസ് ഇറങ്ങിയപ്പോൾ അന്ന് കൊണ്ടോട്ടി മേലങ്ങാടിയിൽ നിന്നൊരു ബസ്, ഒരു KSRTC അച്ഛനമ്പലം വഴി പെരിന്തൽമണ്ണക്ക് പോകുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. ഈ ബസ്സിനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടോട്ടി ബസ് ഇറങ്ങിയത്. ബസ് ഇറങ്ങി നോക്കുമ്പോൾ അങ്ങാടിയിൽ ഒരു നോട്ടീസ് കണ്ടു, തെരീക്കത്തുകാർക്ക് ഉഗ്രം മറുപടി എന്ന് പറഞ്ഞിട്ട്. നോട്ടീസ് വായിച്ചു നോക്കുമ്പോൾ ആ നോട്ടീസിലുണ്ട് ടി മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ കോട്ടുമല അരിപ്ര മുദരിസ്, തെരീക്കത്തുകാർക്കുള്ള മറുപടി പറയാൻ വേണ്ടിയുള്ള നോട്ടീസിലുള്ളതാണ്. ടി മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ അരിപ്ര മുദരിസ്. അന്നാണ് ആദ്യമായി ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. നേരിൽ കാണുന്നത് ഞാൻ കടമേരി പഠിക്കാൻ പോകുന്ന കാലത്ത് നന്ദിയിലൊരു ദിവസം ബസ് ഇറങ്ങി. അവിടെ റെയിൽവേ ഗേറ്റിന്റെ അവിടെ ബസ് ബ്ലോക്കായ സമയത്ത് മൂത്രിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു മെലിഞ്ഞ് ഒരു ചെറിയ വെട്ടുതാടിയുള്ള ഒരു സ്കെൽറ്റായ ഒരാളാണ്. അന്ന് നന്ദിനെ സംബന്ധിച്ച് ഞാനൊക്കെ കേട്ടിരുന്നത് ഭയങ്കര പ്രശ്നമാണ്, അവിടെ നല്ല സ്ട്രിക്റ്റാണ്, ബാപ്പുലേരാണ് ക്ലാസ്സിന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അപ്പം ഈ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ കടമേരിയിലേക്ക് വന്നപ്പോൾ, ബാപ്പുസ്താദ് ക്ലാസ്സിന് വേണ്ടി വന്നപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം അന്നേ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നത്, കടമേരിയിലേക്കാണ് വരുന്നത്. കടമേരിയുടെ അന്തരീക്ഷവും മറ്റുള്ള സ്ഥാപനങ്ങളുടെ അന്തരീക്ഷവും വ്യത്യസ്ത. അവിടെ ഒരു സൗഹൃദ അന്തരീക്ഷമാണ്. ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ അത് പണ്ട് ബഷീർ ഉസ്താദ് തന്നെ ഉണ്ടാക്കി തീർത്തതാണ്. അത് കുട്ടികളെല്ലാം ഒരു ചങ്ങാതിമാരെ മാതിരി ക്ലാസ് എടുക്കുമ്പോഴും എല്ലാത്ത സമയത്തൊക്കെ അങ്ങനത്തെ ഒരു സൗഹൃദ അന്തരീക്ഷമാണ്. അതേ ഒരു സൗഹൃദ അന്തരീക്ഷം തന്നെയാണ് കടമേരിയിലും ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. എന്ത് തമാശ പറയുന്നതിനും എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിനും യാതൊരു മടിയും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ഉസ്താദ് പോലും തമാശയിൽ പങ്കെടുത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ തമാശയ്ക്ക് വേണ്ടി പറയാ എന്നുള്ള നിലക്ക് പറയാണ്, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് എന്നെക്കാളും 1-2 വയസ്സിനും മൂത്ത ആളാണ് പ്രായം കൊണ്ട്. ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. മൂപ്പര കല്യാണത്തിന്റെ ആ തിരക്ക്, പങ്കെട്ടൊന്നും വരാത്ത തിരക്കിലുള്ള അവസരമാണ്. അങ്ങനെ ഞങ്ങൾ ഉസ്താദുമാരെല്ലാവരും കൂടിയ അഷ്റഫ് ഫൈസിനെ കൊണ്ട് ഒരു കല്യാണം, ഇല്ലാത്തൊരു കല്യാണം ഞങ്ങൾ ഉണ്ടാക്കി. എങ്ങനെ? അതായത് കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കാര്യാട്ട് കുഞ്ഞമ്മദാജിന്റെ മകളെ അഷ്റഫ് ഫൈസിനെ കൊണ്ട് കെട്ടിക്കാം. ഇതില്ലാത്തൊരു കല്യാണം. അതായത് അഷ്റഫ് ഫൈസ് വളരെ ബിരുദനുമാണ്, വളരെ തന്ത്രശാലിയാണ്. ഇതൊന്ന് ഒതുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ്. അപ്പൊ എല്ലാ ഉസ്താദുമാരും പങ്കെടുത്തൊരു പരിപാടി. ഞാനോ തീരെ മൗനിയായിട്ട് നിൽക്കുക. എന്നിട്ട് എന്നെപ്പറ്റി മൂപ്പര് പിന്നെ അവസാനം എഴുതി, മൗനം വിദ്വാന് ഭൂഷണം എന്നുള്ള നിലക്കാണ് മൂപ്പര് പെരുമാറിയത് എന്ന്. അങ്ങനെ എല്ലാവരും, മഹമ്മൂദ് സായിദി ഉണ്ടായിരുന്നു. മഹമ്മൂദ് സായിദി എതിരായിട്ട്, നെഗറ്റീവായിട്ട്, അതായത് നമ്മൾ വലിയ മുതലാളിമാരെ മക്കളൊന്നും കെട്ടരുത്, അപ്പോഴല്ലേ ഇത് ഉറക്കുള്ളൂ, അതിനൊന്നും നിൽക്കരുത് എന്നുള്ള കാര്യം. ബാപ്പുസ്താദാണെങ്കിലോ അഷ്റഫ് ഫൈസിനെ വിളിക്കും, ഒരു കാര്യം പറയാണ്ടെന്നറിയും. അങ്ങനെ അസർ മുതൽ മഗ്‌രിബ് വരെ അവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് പിന്നെ പറയാൻ അറിഞ്ഞിട്ട് വിടും. അതായത് ഉസ്താദുമാരടിയിലുള്ള തമാശകൾക്ക് പോലും ബാപ്പുസ്താദ് പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. തന്നെയുമല്ല, ഞാനുമായി കുടുംബപരമായിട്ട് തന്നെ ഉസ്താദുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ ഭാര്യ ഉസ്താദിന്റെ എളാമ്മയുടെ മകളാണ്. നമുക്കൊരു അളിയനാണ് എന്നുള്ള നിലക്ക്, ആ നിലക്ക് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമായിരുന്നു. മൂത്ത മകൻ അബൂബക്കർ ഹജ്ജിന് പോരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്ര ഇളയ പ്രായത്തിന് എന്തിനാ ഇപ്പൊ ഹജ്ജിന് കൊണ്ടുപോകുന്നത്? അത് കൊണ്ടുപോകാൻ കാരണം, ഇളയ മകൻ അബ്ദുറഹ്മാനെ ഞാൻ കസാക്കിസ്ഥാനിക്ക് മെഡിസിൻ വിഭാഗത്തിന് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ ഇവന്റെ മനസ്സിൽ എവിടേക്കും പോയില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ അവനെ ഹജ്ജിന് കൊണ്ടുപോകുന്നത്.
ഇങ്ങനെ കുടുംബത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഒക്കെ ഒരു പ്രത്യേകമായ ഒരു സമീപനമായിരുന്നു ബാപ്പുസ്താദിൻ്റേത്. ഏത് കാര്യവും അന്വേഷിക്കാനും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും സാധാരണഗതിയിൽ നേതാക്കന്മാർക്കില്ലാത്ത ഒരു സ്വഭാവമാണത്. അവർ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ, കുടുംബവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാറില്ല. ഇത് പറയുമ്പോഴാണ് ബാപ്പുസ്താദിന്റെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത്. റഹ്മാനിയിൽ ബോർഡിങ്ങിൽ പഠിച്ചിരുന്ന ഒരു ഷംസുദ്ദീൻ എന്ന ഒരു കുട്ടി ചാടിപ്പോയി. ഷംസുദ്ദീൻ എന്ന കുട്ടി അവിടെ ആ പരിസരത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു INTUC നേതാവ് ആവളക്കെ അമാനത്തിന്റെ ആവളയിൽ അറിയപ്പെട്ട ഒരു മുതലാളിന്റെ ആയിരുന്ന അമാനത്ത് ഹാജി, അയാളെ മകനുണ്ട് ആവളക്കെ അമാനത്ത്, INTUCന്റെ നേതാവാണ്. അയാളെ മകനാണ് ഷംസുദ്ദീൻ. ആൾ ചാടിപ്പോയി. ഒരു 8 മണിയായപ്പോൾ ഈ ആവളക്കെ അമാനത്തിനൊക്കെ ചൂടായി ഇങ്ങനെ കോളേജിലേക്ക് വരിക. ബാപ്പുസ്താദുണ്ട്. അപ്പോഴേക്ക് പോലീസിലൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി കയറ്റി, അയാളും കയറ്റി ഒരുപാട് സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞ്. ഇയാളാണെങ്കിൽ വളരെ ചൂട്. എല്ലാവരും മാനേജ്മെന്റിനെയും ഉസ്താദുമാരെയും ഒക്കെ വളരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനം. അങ്ങനെ ആളുകളെല്ലാം പറഞ്ഞയച്ച് ഈ കുട്ടിനെ ഈ അമാനത്തിന്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടി. ആ സമയത്ത് തന്നെ കിട്ടി. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടും കൊടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൊടുത്ത് രണ്ടാമത് ഇയാളെ കോളേജിൽ കൊണ്ടുവന്നു. കോളേജിൽ കൊണ്ടുവന്ന് ഓഫീസിലിരുത്തി ബാപ്പുസ്താദ് ഇയാളോട് പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ നേതാക്കന്മാരാണ്, നേതാക്കന്മാർക്ക് ഒരുപാട് ഗുണങ്ങൾ വേണം. എന്തെങ്കിലും കാണുമ്പോഴേക്ക് പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവം ഉണ്ടാവരുത്. ഞങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും. ആ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ വിവരമൊക്കെ അറിയിച്ചത്. നിങ്ങൾ ഈ പെട്ടെന്ന് ചൂടായപ്പോൾ ഞങ്ങൾ ഒന്നിനും അല്ലാത്തവരാണെന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ നിങ്ങളെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, നിങ്ങൾ വലിയ നേതാവാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചാട്ടും ഓട്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങളൊന്നും അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അയാളെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അത് കേട്ടപ്പോഴേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് പറ്റിപ്പോയതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് പോയി. ഇങ്ങനെ എല്ലാ നിലക്കും ബാപ്പുസ്താദ് ജനങ്ങളിൽ ഒരാളായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എല്ലാ കാര്യത്തിനും അതിന് അറിയുന്ന ആളുകളോട്, പറ്റിയ ആളുകളോട്. ഇവിടെ അബ്ദുസലാം ഫൈസി ഉണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഉസ്താദിന്റെ മകളെ കെട്ടിക്കുന്ന കാര്യം എന്നോടാണ് ആദ്യം പറഞ്ഞത്. ഈ ഒരു കാര്യം അന്വേഷിക്കുക, നമ്മളെ അൻവിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പൊ നമ്മളെ ഈ ഫൈസിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അങ്ങനെ പോലെ വീട്ടിലെ പശ്ചാത്തലം. അപ്പോൾ തിരിച്ചെന്നോട് ഫൈസിനോട് തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? എന്നോട് ചോദിച്ചു, എന്തിനാന്ന് ചോദിച്ചു. അല്ല, അദ്ദേഹത്തിന് 2 പെമ്മക്കളില്ല, ആ പെമ്മക്കൾ ഒന്നിനെ കല്യാണം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൺമകനെ കൊണ്ട് കെട്ടിക്കാനാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോ സലാം ഫൈസിനോട് ചോദിച്ചേ, നിങ്ങൾ കെട്ടിക്കൊണ്ടുപോയല്ലോ, പിന്നെ അധികം ഒന്നും നോക്കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, അസുൽ പോലെ ആയിരിക്കും ഫസിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ അത് യോഗ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിലക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതിൽ വലിയ സമർത്ഥനായിരുന്നു. ഏത് കാര്യത്തിലാണെങ്കിലും അത് തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുന്ന കാര്യത്തിൽ അതിമഹത്തായ കഴിവ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താനുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ റഹ്മാനിയയ്ക്ക് വേണ്ടിയിട്ട് കലക്ഷന് വേണ്ടി തിരിച്ചു പോവുക. ബോംബെയിൽ വിമാനം ഇറങ്ങി ഇവർ ട്രെയിനിനാണ് പോകുന്നത്, മാനേജർ ഉസ്താദും ബാപ്പുസ്താദും. ട്രെയിനില് പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ കയറി. അപ്പൊ ഇവരടുത്ത് കുറച്ച് കാശൊക്കെ ഉണ്ട്. മാനേജർക്ക് ഇങ്ങനെ പറക്കുന്നുണ്ട്, എന്താപ്പോ കാശൊക്കെ കയ്യിലുള്ള ആളൊക്കെ പെട്ടിയൊക്കെ തുറന്ന് പരിശോധിച്ചാൽ എന്താ സംഭവിക്കുക, ഇത് എവിടുന്ന് കിട്ടിയെന്നാ പറയാം. ബാപ്പുസ്താദ് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടരുത്, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞോളും. അപ്പൊ ചില ആൾക്കാരോടൊക്കെ ഗൾഫിൽ നിന്നാണ് തോന്നുന്ന ആൾക്കാരോടൊക്കെ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കുന്നുണ്ട്. ബാപ്പുസ്താദിന്റെ മാനേജർ എടുത്തെത്തി പാസ്പോർട്ട് ചോദിച്ചു. ബാപ്പുസ്താദ് തിരിച്ചു ചോദിച്ചു, ഇന്ത്യയിൽ നടക്കാൻ പാസ്പോർട്ട് വേണമെന്ന്. ഇന്ത്യയിലും നടക്കാൻ പാസ്പോർട്ട് വേണമെന്ന്. അപ്പൊ ഇവർ രണ്ടാളും തലയിൽ നോക്കിയിട്ട് പുതിയ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, ബോംബെയിൽ കിട്ടാത്ത എന്ത് മുതലാളുള്ളത്.
ഇങ്ങനെ കാര്യങ്ങള് അതേമാതിരി എല്ലാം തന്ത്രപരമായി നീക്കുന്ന കാര്യത്തിൽ വളരെ സമർത്ഥനായിരുന്നു. മാത്രവുമല്ല, ഏത് ഉദ്യോഗസ്ഥനോടും ഏത് നേതാവിനോടും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാതെ യഥാർത്ഥ ന്യായമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ആരുടെ മുമ്പിലും പറയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും. ഒരുപാട് യാത്രകൾ ദുബൈയിലേക്ക് പോയതിനു ശേഷം ഒരു ദിവസം കരിപ്പൂരിലെത്തി, രണ്ടാമത് ദുബൈയിലേക്ക് പോകാൻ വേണ്ടി. ഈ അവസരത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് 2 കൊല്ലങ്ങൾ പൂർത്തിയായി നിന്നിട്ടില്ല, ആയതുകൊണ്ട് കസ്റ്റംസ് ക്ലിയറൻസ് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കൊല്ലമൊന്നുമല്ല, ഞാൻ ഒരുപാട് കാലമല്ല പോയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ അവിടെ നിന്ന സമയം 2 കൊല്ലം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നോക്കണ്ട, ബോംബെയിൽ എവിടെയെങ്കിലും നോക്കി പോകാൻ പറ്റുമോ എന്നുള്ളത്. ഉസ്താദ് എടുത്തേക്ക് പറഞ്ഞ്, എനിക്ക് വേണ്ട നിങ്ങളെ മേലുദ്യോഗസ്ഥനാണ്. അപ്പൊ അയാള് വാപ്പുസ്ഥാനും കൂട്ടി മേലുദ്യോഗസ്ഥന്റെ അടുത്ത് പോയി. എന്താ പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. ചെന്നപാട് പറഞ്ഞ്, ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റിക്ക് ബോംബെയിലെ ഒരു നിയമം കരിപ്പൂർ വേറൊരു നിയമം ഉണ്ടോ ചോദിച്ചു. ഇല്ലല്ലോ എന്നറിഞ്ഞു. ഇയാളിതാ പറയുന്ന 2 നിയമമുണ്ട്, എന്നെ ഇവിടുന്ന് ശരിയാവില്ല, ബോംബെന്ന് ശരിയാവുമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ എന്നറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കുറച്ച് കുളത്താണ് പരിപാടി, അത് ശരിയാക്കി കൊടുത്തേക്കെന്ന് പറഞ്ഞു വേഗം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും മറ്റുള്ള എല്ലാ വിഷയത്തിലും വളരെ സമർത്ഥമായിട്ട് റഹ്മാനിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമയത്ത് റഹ്മാനിയ തകരുന്ന ഒരു അവസരം എത്തിയിരുന്നു. സാധാരണ സ്ഥാപനങ്ങളിൽ പണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഒന്നിലധികം ഉസ്താദന്മാരുണ്ടായാൽ പല പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നത്തില് ഉസ്താദന്മാരുടെ അടിയിൽ ചെറിയ ഭിന്നിപ്പുകളൊക്കെ കാരണത്താൽ ചില മുത്തഅല്ലിമീങ്ങളെയെല്ലാം വശീകരിച്ച് അവരെ വേറെ പള്ളി ദർസിലേക്കൊക്കെ വലിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 1982 തോന്നുന്നത്, 82 അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വാപ്പുസ്താദ് അത് വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത് റഹ്മാനിയയ്ക്കൊരു കോട്ടവും തട്ടാതെ വളരെ നല്ല നിലയിൽ ആ കാര്യങ്ങൾ നിയന്ത്രിച്ച് റഹ്മാനിയയുടെ ഉയർച്ചയിലെത്തിച്ചു. തന്നെയുമല്ല, വാപ്പുസ്താദിന്റെ വരവിന് ശേഷമാണ് റഹ്മാനിയക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികമായ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ആദ്യം റഹ്മാനിയക്ക് മാനേജർ സിംഗപ്പൂരിലും ബർമയിലൊക്കെ പോയി കുറച്ചൊക്കെ പിരിവെടുത്തിരുന്ന്, പിന്നെ റഹ്മാനിയന്റെ ആദ്യകാലത്ത് ആരും സഹായിക്കാനില്ലാത്തൊരവസരം മൊബൈൽ വയല്, എല്ലാ ഗ്രാമങ്ങളിലും വയല്. ബഹുമാനപ്പെട്ട മർഹൂം ആദർശേരി മുഹമ്മദ് മുസ്ലിയർ അദ്ദേഹത്തിന്റെ മൊബൈൽ വയല്, അതായത് വാണിമേല്, ചേരാപുരത്ത്, ഇങ്ങനെ ഒരുപാട് കല്ലാച്ചി, ഈ സ്ഥലത്തൊക്കെ നടന്ന് 4 ദിവസം 5 ദിവസം കൂടുമ്പോഴുള്ള വയല്, ഇങ്ങനെ ആളുകൾക്കൊക്കെ പരിചയപ്പെടുത്തി അവിടുത്തെ നേർച്ചകളെപ്പറ്റിയും മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി, അങ്ങനെ ഇല്ലാത്ത വളർച്ചയിലെത്താത്ത ആ സ്ഥാപനത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. സാമ്പത്തികമായി ഒന്നുമില്ല, ഒരുപാട് രാത്രികാലത്ത് കഞ്ഞൊക്കെ കുടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ചൊക്കെ ആളുകൾക്കൊക്കെ പരിചയപ്പെട്ട് കുറച്ചൊക്കെ സഹായിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ബാപ്പുസ്താദ് കടമേരിയിലെത്തുന്നത്.
പള്ളിയിൽ ഒരുപാട് കാലം മുദരിസായിരുന്ന് സമസ്തന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് സമസ്തയിലേക്ക് മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കുമ്പോൾ അന്ന് മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ പ്രസിഡന്റാണ്. അതാ കോമു മുസ്ലിയാർക്ക് പകരക്കാരനായിട്ട് വരട്ടെ മരുമകൻ തന്നെ എന്ന് അഭിനന്ദിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ളയിലെ കോട്ടുമൽ ഉസ്താദിനെ സമസ്ത പല ആളുകൾക്കും പല കഴിവുകളും കഴിവുകളെല്ലാം ഒത്തണിഞ്ഞൊരു ഫയൽ. ഇതാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ പ്രസക്തനാക്കുന്നത്. ആ ഒരു വികാരം മൂപ്പരുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഊട്ടിയുറപ്പിക്കപ്പെട്ടതായിരുന്നു. സമസ്തക്കും സമസ്തന്റെ പണ്ഡിതന്മാർക്കും പോറലേൽക്കുന്ന ഒരവസ്ഥ അതുണ്ടായിക്കൂടാ. അവർക്ക് ക്ഷീണുണ്ടാക്കുന്ന ഒരു പരിപാടി അത് ആരിൽ നിന്നും വന്നുകൂടാ എന്ന ഏറ്റവും വലിയൊരു ചിന്താഗതി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ പല നേതാക്കന്മാരും പല രംഗത്തും തെറ്റുപറ്റിയപ്പോൾ അവരെ എല്ലാവരെയും പെട്ടെന്ന് വിളിച്ചു വരുത്തി തെറ്റ് തിരുത്തണമെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവരുടെ നേതാക്കന്മാർക്ക് കൊടുത്തത് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദായിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ മന്ത്രി ഷെർക്കുളം അബ്ദുള്ള ഒരു അമ്പലത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. രാഖി രാമായണം വെച്ച് പാണക്കാട്ടേക്ക് എല്ലാ പരിപാടികളും നിർത്തിവെച്ച് വെള്ളിയാഴ്ച ഉച്ചന്റെ ശേഷം 2 മണിക്ക് എത്തിക്കൊള്ളണമെന്ന് പറയാൻ ആ ഒരു കാര്യം ഉണ്ടാക്കാൻ കാരണം ബാപ്പുസ്താദായിരുന്നു. ഇതെനിക്ക് തീർത്ത് പറയാൻ കഴിയും. കാരണം ചെർക്കുളം ആ വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഞാൻ ബാപ്പുസ്താദിന്റെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് വീട്ടിൽ ഞാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി അപ്പോൾ ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല വിവാഹപ്രായപരിധി 18 എന്നുള്ളതിനെപ്പറ്റി കുട്ടികളായ കുറെ നേതാക്കന്മാർ അതിനെ വിമർശിച്ചുകൊണ്ട് ബാപ്പുസ്താദ് അതിനെപ്പറ്റി പ്രസ്താവന ഇറക്കിയപ്പോൾ വിമർശിച്ചപ്പോൾ അതിനെതിരെ അതിന്റെ ചലനം ഇതുവരെ തീർന്നിട്ടില്ല. അതിന്റെ പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സമസ്തന്റെ പണ്ഡിതന്മാരടുത്തുനിന്ന് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ശക്തമായ നിലപാട്, അതിന്റെ വിശദീകരണം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതി, അതായത് സമസ്തക്ക് പോറലേൽക്കുന്ന ഒരു പരിപാടിയും ആരെടുത്തുന്നുണ്ടായിക്കൂടാ. അത് എപ്പോഴുണ്ടായോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെയധികം ശബ്ദിക്കുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ്. ചില കാര്യത്തിലൊക്കെ
ഇത് പറയുമ്പോൾ നമ്മളെ ഒരു ഓം നമന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്ക്. അത് തിരുത്തിയത് വാപ്പുസ്താദാണ്. മാത്രമല്ല ഒരു സിനിമന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ സിനിമ തരക്കടില്ലാന്നായിട്ട് ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട്. മാത്രവുമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുള്ളപ്പോഴേ റഹ്മാനിയ കോളേജിന്റെ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മ മുസ്ലിയാർ അനുസ്മരണ ദിനം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് ബാപ്പുസ്താവും ഞാനും കൂടിയാണ് മടങ്ങിയത്. കടമേരിയിൽ നിന്ന് ഞാൻ കൊണ്ടോട്ടി ഇറങ്ങി. അതുവരെ സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അന്ന് ചർച്ച ചെയ്തത്. വണ്ടിയിൽ വേറെ ആരുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവരെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ, ചില നേതാക്കന്മാർ അവരത് സ്വാതന്ത്ര്യം മനസ്സിലാക്കിയിട്ട് ചില ഇതര പരിപാടികൾ, മുജാഹിദിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഓല നൂലിനും വെള്ളത്തിനൊക്കെ നമ്മൾ അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി, അതിനുള്ള ശക്തമായ താക്കീതുകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് നൽകാറുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. മാത്രവുമല്ല ഏത് വിഷയത്തിലാണെങ്കിലും ഒരു സ്വന്തമായൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ്, ആരുടെ മുമ്പിലും അത് പ്രവർത്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ 4 ആൾക്കാരെ വിളിച്ചു വരുത്തിയാൽ വരണം എന്നുള്ളൊരു ചിന്താഗതി, ഏത് പരിപാടിക്കും മുൻപിട്ടിറങ്ങാനുള്ളൊരു കഴിവ്, അത് ബഹുമാനപ്പെട്ടവർക്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ എല്ലാ വിജയത്തിലും എത്തിക്കുന്നതിൻ്റെ മാനദണ്ഡം. എല്ലാ നിലക്കുള്ള വിജയത്തിലേക്കും ഏത് കാര്യം എടുത്താലും അതെല്ലാം ഇപ്പൊ വിദ്യാഭ്യാസ ബോർഡിൽ ഇപ്പൊ നമ്മള് ജമിയത്തുൽ മുഫത്തിഷീൻ അതിന്റെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട വാപ്പുസ്താദ്. അതിന് ഇതുവരെ ആളായിട്ടില്ല. ഈ മുഫത്തിഷീന്റെ പരിപാടിക്ക് എന്തെല്ലാം ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ട് വാല്യൂഷനും ചോദ്യപേപ്പർ വാല്യൂഷനൊക്കെ ഒറ്റയടിക്ക് സമൂഹ വാല്യൂഷൻ, കൂട്ടായ വാല്യൂഷനൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാ? അതൊക്കെ അതിനൊക്കെ എല്ലാ ദിവസവും നേതൃത്വം നൽകി അവിടെ നിന്ന് ചെന്ന് അവിടെ പോയി ഇരുന്ന് അവരൊപ്പം ഇരുന്ന് പ്രവർത്തിച്ചിരുന്ന മനുഷ്യനാണ്. മാത്രവുമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹജ്ജ് കമ്മിറ്റിനെ പറ്റി പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാല് ഫാമിലി സഹിതം എറണാകുളത്താ, നെടുമ്പാശ്ശേരിയിലാ. അവിടുന്ന് അവസാനത്തെ വിമാനം പൊന്തിയതിന് ശേഷമേ അവരിങ്ങോട്ട് മടങ്ങാറുള്ളൂ. ഈ ഒരു സ്ഥിതിക്ക് ഇതിനു വേണ്ടി ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് വിജയത്തിലെത്തിക്കാനുള്ള ഒരു ചങ്കൂറ്റം, ഒരു തന്റേടം ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന് പ്രത്യേകിച്ചുണ്ടായിരുന്നു. ഈ നിലക്കാണ് ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വിടവ്, മഹാനവറുകളുടെ വിടവ് എത്രത്തോളം ഏൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല കാര്യത്തിലും. മാത്രവുമല്ല സമസ്തക്ക് എന്നും താങ്ങും തണലും എല്ലാ കാര്യത്തിലും. സമസ്തക്ക് പ്രവർത്തകരുണ്ടാക്കുക എന്ന് പറഞ്ഞത് പല ആൾക്കാരും ഇതിന്റെ ഈ സമസ്തയിൽ ചെറിയ ചെറിയ പിളർപ്പുണ്ടായ സമയത്ത് തന്നെ ചാക്കിടാനൊക്കെ നോക്കിയിരുന്നു, തന്നെ മെല്ലെ അങ്ങോട്ട് വലിക്കാനൊക്കെ നോക്കിയിരുന്നു. ഒരിക്കൽ കണ്ടപ്പോ പറഞ്ഞ് അപ്പോ താടിയൊന്നും വലുതായതിന്റെ ശേഷം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവ മൂപ്പർക്ക് എങ്ങനെയാണ്ട് വലിക്കാനുള്ള പരിപാടിയാണെന്ന് മൂപ്പർ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇങ്ങനെ ആരെല്ലാം ഏതെല്ലാം നിലക്ക്. മാത്രവുമല്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമസ്ത എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് ബാപ്പുസ്താദിന്റെ കയ്യിൽ തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ഏത് കാര്യം തീരുമാനമെടുക്കുകയാണെങ്കിലും സംഘടനാപരമായ തീരുമാനത്തിന്റെ അന്തിമ വാക്ക് അത് ബാപ്പുവിനോട് ചോദിക്കണം, എന്നാലേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ടായിരുന്നു. സമസ്തക്കെതിരെ ആര് പ്രവർത്തിച്ചോ അല്ലെങ്കിൽ സമസ്ത പോഷക സംഘടനയ്ക്ക് ആര് പ്രവർത്തിച്ചോ അവർക്കൊരിക്കലും തന്നെ ആ ബാപ്പുസ്താദിന്റെ മുന്നിൽ സന്ധി ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ റഹ്മാനിയ വിദ്യാർത്ഥിയായിരുന്ന ഒരു തങ്ങളുണ്ടായിരുന്നു. തങ്ങൾ നമ്മളോട് ക്ഷമിക്കണം. അദ്ദേഹം ദാറുല്ലുദിയിൽ ജോലിക്കാരനായിരുന്നു. ജോലി ഉണ്ടാവാനുള്ള കാരണം ഞാൻ തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് 5 വർഷം നമ്മളെ ഗുരുവാണ്. ദാറുലുദ ഉണ്ടാകുന്ന സമയത്ത്, തുടങ്ങണ സമയത്ത് ആദ്യം ഒരു കത്തുണ്ട്, ഒരു കാർഡ്.
എത്രയും വേഗം ദാറുൽ ഓഫീസായിട്ട് ബന്ധപ്പെടണം. അന്ന് ഞാൻ കടമേരി ജോലി ചെയ്യാം. അപ്പോൾ ചെന്നു. ഉസ്താദ് ഏതായാലും കത്തയച്ചതല്ല എന്നുള്ളവർക്ക് ചെന്നതാ. ആ പറഞ്ഞ് കടമേരി കുറേ ദൂരല്ലേ, ഇനി ദാറുലുദീക്ക് വരണം. ഞാൻ പറഞ്ഞു കടമേരിന്ന് പെട്ടെന്ന് അങ്ങനെ വിടാനൊന്നും പറ്റൂല, ദാറുലുദീക്ക്. അത് കഴിഞ്ഞ് ആ കൊല്ലം അങ്ങനെ പോയി. പിന്നെയും പിറ്റത്തെ കൊല്ലം കണ്ടു ഒരു കാർഡ്, ബാഷിർ മാനാഫി അക്രബി വക്തി മുംകിൻ, ഏറ്റവും അടുത്ത സമയത്തായിട്ട് ഒന്നും കൂടി ബന്ധപ്പെടണമെന്ന് രണ്ടാമതും ചോദിച്ചു. ഈ ചോദിച്ച അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേറെ ആളെ തന്നാ പോരെ ചോദിച്ചു. വേറെ ആളെ തന്നാ പോരെ ചോദിച്ചു. ആരാന്ന് ചോദിച്ചു. നമ്മളെ തങ്ങളെ തന്നാ പോരെ ചോദിച്ചു. നിങ്ങൾക്ക് അറിയാലോ, ഉസ്താദിനെ അറിയാലോ, ഉസ്താദിന്റെ വിഷയം തന്നെയല്ലേ. ആ എന്നാ തങ്ങളെ മതിയായിരുന്നു. അങ്ങനെ തങ്ങളെ നിയമിച്ചു. തങ്ങളെ നിയമിച്ചപ്പോൾ തങ്ങളെ നാട് കുറച്ച് പറ്റൊക്കെ ഉള്ള നാടാ. അപ്പോൾ ഓലയിട്ടൊക്കെ കുറച്ച് ബന്ധമുണ്ട്. മാത്രവുമല്ല ബഹുമാനപ്പെട്ട മർഹൂം ബാബുട്ടിയാജിക്കെതിരെ ചമ്മാട് മഹല്ലിൽ ആദ്യമായിട്ട് പിളർപ്പിന്റെ യോഗം വെച്ചത് ജെപ്പിയ. 1 മണിക്കൂർ നേരം പ്രസംഗിച്ചു. ബാബുട്ടിയാജി അതിന് മറുപടി പറഞ്ഞു പിറ്റേന്ന്. 1 മണിക്കൂർ കൊണ്ട് ഉമ്മയും മകനും ബാപ്പിയും മക്കളും സഹോദരങ്ങളും സഹോദരിമാരൊക്കെ തെറ്റിച്ചല്ല ഞങ്ങൾ പോയത്. അതുകൊണ്ട് എല്ലാവർക്കും കയ്യട്ടി മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ യോഗത്തിന് വന്നപ്പോൾ ഈ തങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ അറിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ മഹല്ല് ഫെഡറേഷന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് മഹല്ല് ഫെഡറേഷൻ ബദ്ധവൈരികളായ ആളുകളുടെ അടുക്കൽ പോയി സാമീപ്യം സിദ്ധിച്ചു പറഞ്ഞ വലിയൊരു തെറ്റാണ്. തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് അടുത്ത യോഗത്തിൽ ശരിയാക്കി തരാറുണ്ട്. അങ്ങനെ ദാറുലുദീൽ യോഗം വർക്കിംഗ് കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ പറഞ്ഞു, SMF-നെതിരെ ആര് പ്രവർത്തിച്ചോ അവരൊന്നും ദാറുലുദീ പറ്റൂല. കമ്മിറ്റിക്കാരൊക്കെ ആകെ അമ്പരന്ന് പോയി. എന്താ ഈ പറയുന്നത്? സംഗതി വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. ഇപ്പൊ തന്നെ ദാറുലുദീൻ ഒഴിവാക്കി. മാത്രവുമല്ല വാപ്പുസ്താനെ ക്ഷീണുണ്ടാക്കുന്ന ഒരുപാട് പണി ഒന്നും കൂടി അതായത് ഉസ്താദിന് ക്ഷീണം പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ഞമ്മക്കാർക്കും സഹിക്കൂല. ഈ തങ്ങളെ കല്യാണം വാപ്പുസ്താദിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളോടൊക്കെ വന്ന് പറഞ്ഞു. എന്തോ കാരണത്താൽ പറഞ്ഞില്ല. വാപ്പുസ്താദാണെങ്കിലോ ഒരു വഷളാകുന്ന രീതിയിലേക്ക് ഈ കാര്യം എത്തും ചെയ്തു. ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി അന്ന് കോട്ടുമല ഉസ്താദിന്റെ ഖത്തം ഓത്ത് നടക്കുകയാണ്. ഒരു കൊല്ലം ദീർഘിച്ച ഖത്തം ഓത്തായിരുന്നു. അങ്ങനെ 10 ദിവസം കൂടുമ്പോൾ ഓരോരുത്തർ ഓദിക്കലായിരുന്നു. ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിന്റെ ഒരു ഓത്തുണ്ടായിരുന്നു. അപ്പോ അടുത്ത വ്യാഴാഴ്ച ഞാനുണ്ടാവൂല, എന്റെ ഖത്തം ദ്വാരക്കാൻ നിങ്ങൾ തന്നെ ദ്വാരന്നാ മതി എന്ന് വാപ്പുസ്താദിനോട് പറഞ്ഞു. എന്തേന്ന് വെച്ച് നമ്മളെ തങ്ങളുസ്താദിന്റെ കല്യാണമാണ് എന്നറിഞ്ഞു. വാപ്പുസ്താദിനോട് ഇത് പറഞ്ഞിട്ടുമില്ല. വാപ്പുസ്താദിന്റെ ശിഷ്യനാണിത് അറിയും ചെയ്യാ. ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിക്കും അറിയാം. ഇത് വാപ്പുസ്താദിനോട് എന്നറിഞ്ഞിട്ട് ഉസ്താദ് അപ്പം ഒന്നാണ്ട് വലിഞ്ഞു. ഈ ഒരു കാര്യം ഞങ്ങളോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കല്യാണം മുഴുവനാണ് ക്യാൻസൽ ചെയ്തത്. മാത്രവുമല്ല കോളേജിലൊരു കുട്ടി ചേരുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന റഹ്മാനികൾക്കെല്ലാം പരിചയം ഉണ്ടാവില്ല. ചേരാൻ വരുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യം വെട്ടി തുറന്ന് പറയും. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതാ. കുളപ്പുറത്തേരൊരു കുട്ടി കയറി വന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഉസ്താദ് ഓനെ എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് ഈ കുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ്, എൻ്റെ ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ, ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. കുരുത്തക്കേടിനാണ് ഇവിടെ വന്നതെങ്കിൽ ആദ്യം തന്നെ ഇപ്പൊ തന്നെ പോയിക്കോ, നല്ല നിലക്ക് പഠിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് അവൻ കുരുത്തക്കെട്ട് പോയി. അന്ന് പറഞ്ഞ ശരിയായിരുന്നു എന്നുള്ളത് പിന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനൊരു കുട്ടിനെ കണ്ടു കഴിഞ്ഞാല് അവനിലുള്ള ദുസ്വഭാവങ്ങൾ പെട്ടെന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും ഇങ്ങനെ ജനങ്ങളെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവും കൂടി ബഹുമാനപ്പെട്ട വാപ്പുസ്താൻ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഇത്തരൊരു ജനകീയ സ്വഭാവം ബഹുമാനപ്പെട്ട ബാപ്പുസ്താനിൽ ഉണ്ടാവാൻ കാരണം അപാരമായ ഓർമ്മശക്തിയായിരുന്നു.
അപാരമായ ഓർമ്മശക്തി. ഏത് റഹ്മാനെ കണ്ടാലും ഇത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ റഹ്മാനിയന്റെ ഏത് പ്രവർത്തകനെ ദുബൈയിൽ നിന്ന് കണ്ടാലും അത് ഇന്ന സ്ഥലത്തെ ആളാണ്. കടമേരിക്കാർക്ക് പോലും അറിയാത്ത കുടുംബ ബന്ധങ്ങൾ വാപ്പുസ്ഥാൻ അറിയായിരുന്നു. കടമേരിക്കാർക്ക് പോലും അറിയാത്ത അവരുടെ കുടുംബ ബന്ധങ്ങള് വാപ്പുസ്ഥാൻ അറിയാം. ഇതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇത്ര ഒരു ജനകീയത അദ്ദേഹത്തിന് കൈവന്നത്. ഇങ്ങനെ എല്ലാ നിലക്കും റഹ്മാനിയക്ക് വേണ്ടിയിട്ടും സമസ്തക്ക് വേണ്ടിയിട്ടും സമസ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് വിമർശങ്ങളൊക്കെ വരും. അതൊക്കെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. മാത്രവുമല്ല, ഉസ്താദിന്റെ എല്ലാ കർമ്മങ്ങളും ഏകദേശം ഒരു തയ്യാറെടുത്ത മട്ടിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറയാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണ യോഗത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി പോരുമ്പോൾ അസർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. പാലേരി പള്ളിയിലായിരുന്നു നിസ്കരിച്ചത്. അതായത് കടിയങ്ങാടിന്റെയും കുറ്റ്യാടിന്റെ അടിയിലുള്ള പാലേരി എന്നുള്ള സ്ഥലത്ത് റോഡിന്റെ ഒക്കനുള്ള പള്ളിയാ. അവിടെ കയറി അസർ നിസ്കരിച്ചു. അസർ നിസ്കരിച്ച് ഞാൻ പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടും ഉസ്താദിനെ കാണുന്നില്ല. എന്ത് പറ്റി? ഞാൻ പള്ളിക്ക് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ മൂപ്പര് നിസ്കാരത്തിലാ. അപ്പൊ തിരിച്ചു വന്ന എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് എന്താ കാരണം എന്ന് വെച്ചു. അപ്പോ ഞാൻ ഇതിന്റെ അടുക്കൊന്ന് MBH ഒരാഴ്ച കിടന്നത്. അന്ന് കുറച്ച് നിസ്കാരം കലാവുണ്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ പോരുകയാണ് അതൊക്കെ. മാത്രവുമല്ല, ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മൂപ്പരെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പുസ്തിയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 5-6 കൊല്ലം മുമ്പ് അവര് വഫാത്തായി. അതിന്റെ ശേഷം ഒരു കല്യാണം കഴിച്ച് ഓമശ്ശേരിന്ന. കുട്ടികളൊന്നുമില്ല ആ വിവാഹത്തില്. ആ ഭാര്യയ്ക്ക് വേണ്ടി 20 സെന്റ് സ്ഥലവും അതിലൊരു വീടും അവരുടെ നാട്ടില് നിർമ്മിച്ചു കൊടുത്ത് കുടിയിരുത്തിയതിന്റെ ശേഷമാണ് ഉസ്താദ് മരിച്ചിട്ടുള്ളത്. അവരുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ആ ഭാര്യയുടെ ആങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു 20 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു വീട് വെച്ച് അതിൽ കുടിയിരുത്തിയിരിക്കുന്നു. മാത്രമല്ല, തന്റെ 2 മക്കൾക്കും വീടൊക്കെ വെച്ച് അവർ റാഹത്തിലായിട്ട്. ഈ കാര്യത്തിലൊക്കെ എപ്പോഴും നമ്മളോട് ക്ഷമാപണം പറയണ മാതിരിയാണ്. കുടിയിരിക്കല് രണ്ടാളും അവിടുന്ന് പെരീന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ കുടിയിരിക്കലൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ കുടുംബ ബന്ധം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള നിലക്ക് വാപ്പുസ്താവ് വിചാരിച്ചു, വാപ്പുസ്താവ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പെണ്ണുങ്ങളും വിചാരിച്ചു. ആരും എന്നോട് പറഞ്ഞില്ല. പിന്നെ രണ്ടാമത് അങ്ങോട്ട് കയറി ചെന്നപ്പോ പറഞ്ഞ്, ഒരു കാര്യം വിട്ടുപോയിട്ടോ, അത് ഞാൻ ഇങ്ങനെ ഈ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തുന്ന മാതിരിയാണ്. അതായത് കുടുംബത്തിലുള്ള എത്ര അകന്ന ബന്ധുക്കളോട് പോലും വളരെ അടുത്ത് പെരുമാറുന്ന ഒരു സ്വഭാവമായിരുന്നു വാപ്പുസ്താന്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കുടുംബപരമായിട്ടാണെങ്കിലും മറ്റുള്ളവരോടുമാണെങ്കിലും എല്ലാ നിലക്കും ആരുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തീർത്തു കൊടുക്കാനും. പണ്ടുകാലത്ത് പറഞ്ഞേക്കാ, കുന്നുമല വെച്ചിട്ട് 2 ബസ്സേര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അത് മദ്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു വാപ്പുസ്താനായിരുന്നു. അത് അവരെ പ്രശ്നം തീർത്തു കൊടുക്കാന് വാപ്പുസ്താനെ വിളിച്ചിട്ടാണ് മദ്യം പറഞ്ഞ പോലെ പറഞ്ഞയച്ചത് എന്ന്. ഇങ്ങനെ എല്ലാ നിലക്കും നമുക്ക് ഈ ഒരു മരണം, ഈ ഒരു വഫാത്ത് വളരെയധികം നഷ്ടമാണ്. പടച്ചവൻ നമുക്ക് ഒരു മതിയായ ഖലഫിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെയും നമ്മുടെ മറ്റുള്ള ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ്, ഇങ്ങനെ സമസ്തയ്ക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത, സമസ്ത എന്നുള്ള ഒരു ആത്മാവിലും മറ്റുള്ളിടത്തും ആ ഒരു റൂഹുമായി കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, അവരെല്ലാവരും തന്നെ അവരോടൊപ്പം നമ്മളെപ്പോഴും നമുക്ക് ആ ചിന്താഗതിയും മനസ്സും വേണം. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ദീനിയായ ഖിദ്മത്ത്, ദീനി ഉജറത്തല്ല, ദീനി ഖിദ്മത്ത്. ഇതിനു വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മെനക്കിടുക. അത് ഏത് നിലക്കാണെങ്കിലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ, ഒരു വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ദാനം കൊണ്ടാണെങ്കിലും ധർമ്മം കൊണ്ടാണെങ്കിലും ഇതിനുവേണ്ടി ശ്രമിക്കണം. എന്നാൽ അവരുടെ എല്ലാം പൊരുത്തവും അവരുടെ എല്ലാം ഇഷ്ടവും നമുക്കുണ്ടാകും. നമുക്കത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു വിജയമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ട പോയവരോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.